നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് പറയാൻ പോകുന്നത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി പയ്യെ നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടി കയറി വരുന്ന ഒരു സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എൻ്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് രാഹുൽ ജി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇന്ദ്രനീൽ ഗോപാലകൃഷ്ണനും രാഹുൽ ജിയും ഇവർ രണ്ടുപേരും കൂടെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഹുൽ ജി പുതുമുഖ സംവിധായകനാണെന്ന്. ധ്യാൻ ശ്രീനിവാസനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം സിജു വിൽസനുണ്ട്, ദെൻ കോട്ടയം നസീറുണ്ട്, സീമാജി നായരുണ്ട്, പിന്നെ നമ്മുടെ റോണി ഡേവിഡ് രാജുണ്ട് എന്ന് വേണ്ട ഒരു പറ്റം താരങ്ങളുണ്ട്. സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന് മുന്നേ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ബോംബ് സ്റ്റാറെന്നും ഒക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കില്ലേ. അതായത് ഇയാൾ ഇറങ്ങുന്ന പടം എല്ലാം, ഇയാളുടെ പടം എല്ലാം ബോംബാണ്, ആഴ്ചയിൽ ഇറങ്ങുന്ന പടം പൊട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പിടിവള്ളി പോലെ എന്തെങ്കിലും പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഒരാൾക്ക് ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ധ്യാനിന് ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഒരുക്കി കൊടുത്തൊരു സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ ഫീൽ ചെയ്തത് കണ്ടപ്പോൾ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഏതാണ്ട് മിന്നൽ പുരടിയൊക്കെ പോലെ തന്നെ സ്ലോ ആയിട്ട് കഥ പറഞ്ഞ് സ്ലോലി കാര്യത്തിലേക്ക് കടക്കുന്ന ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ കോമഡി ത്രില്ലർ കാറ്റഗറിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. തുടക്കമൊക്കെ നല്ല രസമാണ്. തുടക്കം നല്ല സിനിമ ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഓവറോൾ എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ബാക്കി തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ പടവും ബാക്കി സിനിമകളും എല്ലാം കാണുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടപ്പെടും. ഈ പടക്കളമൊക്കെ അവസാനത്തിപ്പോൾ എനിക്ക് കുറച്ച് തട്ടിക്കൂട്ട് ഫീൽ ചെയ്തെങ്കിലും ഇതിൽ അങ്ങനെ ഒരു തട്ടിക്കൂട്ടൊന്നും ഒരിടത്തും ഫീൽ ചെയ്തില്ല. ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു മെഗാ ട്വിസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യം എവിടെയോ കണ്ടു മറന്നൊരു രീതി പോലെ തോന്നി. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ പടം ത്രൂ ഔട്ട് അവസാനത്തെ എൻഡിങ് വരെ നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ച ഒരു മനോഹരമായ സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട പെർഫോമൻസ് വിതൗട്ട് എനി ഡൗട്ട് ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസാണ്. വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ടിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എനിക്ക് തോന്നിയത് എടുത്തു പറയാൻ തോന്നിയത് ശരിക്കും നമ്മുടെ കോട്ടയം നസീറിൻ്റെ പെർഫോമൻസ് പ്ലസ് സിജു വിൽസൻ്റെ. കോട്ടയം നസീർ അടിപൊളിയുടെ അച്ഛൻ്റെ കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തു. നല്ല രസമായിട്ട് കോട്ടയം നസീർ പല ഭാവങ്ങളെല്ലാം നന്നായിട്ട് കാണിച്ചു തന്നു. വാഴയിലെ കഥാപാത്രം കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇതിലേതാണ്ട് വേറൊരു ടൈപ്പ് അച്ഛൻ. നല്ല രസമായിട്ട് ഇവർ തമ്മിലുള്ള മൊമെൻറ്റ്സൊക്കെ നല്ല രസമായിരുന്നു, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സിജു വിൽസൺ നല്ല രസമായിട്ട് ചെയ്തു ആ ക്യാരക്ടർ. സിജു വിൽസൺ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്, ഒരു ഫൈറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഒക്കെ പുള്ളിക്ക് ഒരു ഹീറോ ഇമേജ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതെല്ലാം നല്ല പോലെ യൂസ് ചെയ്യാൻ സാധിച്ച പുള്ളിയല്ല ഇതിനകത്ത് മെയിൻ ഹീറോ പുള്ളിയല്ല എങ്കിലും ആ ക്യാരക്ടർ എടുത്ത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ സിജു വിൽസൺ സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ പെർഫോമൻസ് പറയുന്നത് റോണി ഡേവിഡ് രാജ് ഒരു CI സച്ചിൻ എന്ന കഥാപാത്രം അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തത്. ഫസ്റ്റ് സീൻ മുതൽ എൻ്റെ അവസാനം വരെ പുള്ളി ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. കോമഡിയിലാണ് പറയണത്. ഒരു മാതൃക പോലീസ് സ്റ്റേഷൻ്റെ കഥയൊക്കെയാണ്, പോലീസ് സ്റ്റേഷനിലെ SI ആണ്. നല്ല രസമായിട്ട് പുള്ളി ആ കഥാപാത്രം ചെയ്തവരെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതൊരു കൊച്ചു ഗ്രാമമാണ്, പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ചെറിയ മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ത്രെഡ്, അല്ലെങ്കിൽ ഹൈ ലെവലിലുള്ള ത്രെഡ്. അതായത് ഇതിപ്പോൾ സ്പോയിലറൊന്നുമല്ല, കാരണം അതിൻ്റെ നമ്മുടെ ട്രെയിലറിൽ തന്നെ ഇതിൻ്റെ ഹിൻ്റെല്ലാം തന്നെയുണ്ട്. പക്ഷെ കിടിലമായിരുന്നു. എനിക്ക് സോഫാർ അവസാനം വരെ ആളുകൾ ഒരു ശബ്ദം പോലും തിയേറ്ററിലില്ലായിരുന്നു. അത്ര കീനായിട്ട് ആളുകൾ ഇരുന്ന് ഡിസ്റ്റർബ്ഡ് ആവാണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, കാരണം ധ്യാനിൻ്റെ ഈ അടുത്തുള്ള സിനിമകളെല്ലാം അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഈ സിനിമ ധ്യാനിന് ശരിക്കും ഒരു ബാറ്ററി കുറച്ചുകൂടെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അടിപൊളി എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ചെറിയ കോമഡിയിൽ ചാലിച്ച ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ ഇതൊരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരുപാട് വലിയ സംഭവം പ്രതീക്ഷിക്കരുത്. ചെറിയൊരു നാട്ടിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന സിനിമയാണ്. ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് സിനിമയ്ക്കൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി സാധാരണ ഉണ്ടാവാറുണ്ട്. ഈ അടുത്ത് അവർ ഇറങ്ങിയ സിനിമകളിൽ പെപ്പെ നായകനായ കൊണ്ടാൽ മാത്രമാണ് സാമ്പത്തികമായിട്ട് വിജയം നേടാത്തത്. അതിന് മുന്നേ ഇറങ്ങിയ മിന്നൽ മുരളി ആയിക്കോട്ടെ, RDX ആയിക്കോട്ടെ, മുന്തിരിവള്ളികൾ തളർക്കുമ്പോഴായിക്കോട്ടെ, പിന്നെ അങ്ങോട്ട് അവർ ചെയ്ത എല്ലാ സിനിമയും ഓൾമോസ്റ്റ് ഹിറ്റാണ് ബോക്സ് ഓഫീസിൽ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സിനിമ ഈ തവണയും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് ഈ സിനിമ ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ തിയേറ്ററിൽ മിസ്സാക്കാണ്ട് കണ്ടു നോക്കാവുന്ന ഒരു ചെറിയ സിനിമയാണ്. അപ്പോൾ കണ്ടു നോക്കും, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ ബൈ.